എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്കൂൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട 10 നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് പറയുവാൻ താല്പര്യപ്പെടുന്നത്. അതിനു മുൻപായി ഒരു ദൈവവചനം നമുക്ക് വേഗത്തിൽ പഠിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. എല്ലാവരും എന്നോടുകൂടെ ചേർന്ന് പറയാമോ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അങ്ങനെയെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും ഈ നിർദ്ദേശങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. അപ്പോൾ 10 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആൻറ്റി പറയാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം പഠിക്കുക. അങ്ങനെ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം പഠിക്കാനിരിക്കുന്നവർ എത്ര പേരുണ്ട്? ഇല്ല എങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കട്ടെ. 2, പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒന്നാമതായി പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ പ്രാർത്ഥിക്കുക. രണ്ടാമതായി പഠിച്ചതിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താണ് പഠിച്ചതിന് ശേഷം പ്രാർത്ഥിക്കേണ്ടത്? പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ ഇരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. മൂന്നാമതായി സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് അന്ന് തന്നെ പഠിക്കുക. എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്? സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എത്ര പേര് വീട്ടിൽ വന്ന് ക്രമീകൃതമായിട്ട് പഠിക്കുന്നവരുണ്ട്? അങ്ങനെ പഠിക്കുന്നവർക്കാണ് ഏറ്റവും നല്ല മാർക്ക് ലഭിക്കുന്നത്, ഏറ്റവും നല്ല സ്കൂളിൽ നല്ല കുഞ്ഞുങ്ങളായി തീരാൻ ഇടയാകുന്നത്. മാത്രമല്ല, ഇനി 4-മതായിട്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുക. അപ്പം എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും വലിയവനാക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠനാക്കുന്നത്, നമ്മളെ നല്ലവരാക്കി തീർക്കുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. അപ്പം ചെറുപ്രായത്തിലെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി പോകുന്നവരായിരിക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരായി തീരണം. പ്രാർത്ഥിച്ചതിന് ശേഷം പോകണം. പഠിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കരുത്. പഠന കാര്യത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാം ഇന്റർനെറ്റിന്റെ യുഗമാണ്, മൊബൈൽ ഫോൺ എല്ലാവരും യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ പഠിക്കുന്ന സമയങ്ങളിലോ പഠന കാര്യങ്ങളിലോ അനാവശ്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യരുത്? ഫോൺ ഉപയോഗിക്കരുത്. ഇതൊക്കെ ഈ ഫോൺ അഡിക്ഷനൊക്കെ നല്ലവരായ കുഞ്ഞുങ്ങളെ നാശത്തിലേക്ക് തെറ്റിച്ചു വിടുന്ന അനുഭവങ്ങളാണ്. എത്ര വാർത്തകളാണ് ഓരോ ദിവസങ്ങളും ദിനം പ്രതി കുഞ്ഞുങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, 7-മതായിട്ട് ഒരിക്കലും നിങ്ങൾ കളവ് പറയരുത്, സത്യം മാത്രം സംസാരിക്കുക. നമ്മുടെ കൂട്ടുകാർ 8-മതായി പറയുകയാണ്, നമ്മുടെ കൂട്ടുകാർ പലരും ചതിക്കുഴിയിൽ വീഴ്ത്തുവാൻ നോക്കും, അതിൽ അകപ്പെടാതിരിക്കാൻ വളരെ എന്ത് ചെയ്യണം? നാം ശ്രദ്ധിക്കണം. നല്ല കൂട്ടുകാരെ എന്ത് ചെയ്യണം? നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനകപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? തെറ്റായിട്ടുള്ള മാർഗത്തിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? പരീക്ഷ എഴുതുക. ബുദ്ധിയും ഓർമ്മയും ഒക്കെ തരുന്നത് ദൈവമാണ്. 10-മതായി പറയുന്നു, മാതാപിതാക്കളെയും നമ്മുടെ അധ്യാപകരെയും അനുസരിക്കുക. അപ്പോൾ 10 നിർദ്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം പഠിക്കുക. രണ്ടാമതായി പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. 3-മതായി സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം പോകുക. 4-മതായി എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം പോകുക. 3-മതായി പറഞ്ഞത് സ്കൂളിൽ പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അന്നന്ന് വീട്ടിൽ വന്ന് പഠിക്കുക എന്നുള്ളതാണ്. 5-മതായി പഠിക്കുമ്പോൾ നമ്മൾ മറ്റ് യാതൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? ശ്രദ്ധിക്കരുത്. 6-മത് അനാവശ്യമായിട്ട് ഫോൺ ഉപയോഗിക്കരുത്. 7-മതായി ഒരിക്കലും കള്ളം പറയരുത്, സത്യം മാത്രം പറയണം. 8-മതായി നമ്മുടെ കൂട്ടുകാർ പല ചതിക്കുഴിയിലും നമ്മെ അകപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിലകപ്പെടാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. 9-മതായി പരീക്ഷ എഴുതുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം എഴുതുക. ബുദ്ധിയും ഓർമ്മയും ഒക്കെ തരുന്നത് സർവശക്തനായ ദൈവമാണ്. അപ്പോൾ 10-മതായിട്ട് മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുക. ഈ നിർദ്ദേശങ്ങളൊന്ന് ഏറ്റെടുത്ത് നിങ്ങൾ ജീവിതത്തിലൊന്ന് അഭ്യസിക്കുക. അത് ഏറ്റവും നിങ്ങളെ ഉന്നതിയിലേക്ക്, ഏറ്റവും നിങ്ങളെ ശ്രേഷ്ഠതയിലേക്ക്, ഏറ്റവും നിങ്ങളുടെ ജീവിത വിജയത്തിന് കാരണമായി തീരും. അത് ഏറ്റെടുക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആൻറ്റി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.